സ്വയമായി തന്നെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. ആഭ്യന്തരമായിട്ടുള്ള ഒരു സമരം, സംഘർഷം, അതൊരു പ്രക്ഷോഭക്കാറ്റായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിന് സാധാരണ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും വിധത്തിന് അപ്പുറത്തേക്ക് അത് വലുതാവുന്നുണ്ട്. സോ ഈ ക്രൈസിസിനെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടം കൈകാര്യം ചെയ്യുക? അവർക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ? മറികടക്കാൻ പറ്റുമോ? നിഷാദ്, ഇത് മുമ്പ് ഇറാനിൽ പല ആവർത്തി ഇത്തരം പ്രക്ഷോഭങ്ങൾ, വിലക്കയറ്റത്തിനെതിരെ, അതുപോലെ വളരെ ദുർബലമായ സാമ്പത്തിക അവസ്ഥയ്ക്കെതിരെയൊക്കെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെയൊക്കെ ഇറാൻ ഭരണകൂടം പല രൂപത്തിൽ, പലപ്പോഴൊക്കെ ബലം പ്രയോഗിച്ചും ചിലപ്പോഴൊക്കെ പ്രക്ഷോഭകാരികളുമായിട്ട് ചർച്ച ചെയ്തുമൊക്കെ ആയിട്ട് അത് ആ പ്രക്ഷോഭങ്ങളെ മറികടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രക്ഷോഭത്തിന്റെ ഒരു പ്രത്യേകത, ഇത് മിക്കവാറും എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രവിശ്യകളിലും മുമ്പെങ്ങും ഇല്ലാത്ത വണ്ണം അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ കൊടുങ്കാറ്റ് തന്നെയാണ് വാസ്തവത്തിൽ ഇറാനെ ഇപ്പോ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോ നമ്മൾ നേരത്തെ ഇവിടെ പാനലിസ്റ്റുകൾ പറഞ്ഞു, അതായത് അമേരിക്കയിലുള്ള വിമത സ്വരങ്ങൾ, പ്രത്യേകിച്ച് മുൻ ഭരണാധികാരി റിസാ ഷാ പഹലവിയുടെ മകൻ മുഹമ്മദ് ഷാ പഹലവി, അവരൊക്കെ ഇതിനെ സ്വാധീനിക്കാനും ഇതിനെ ക്ലെയിം ചെയ്യാനും ഇതിനെ ഏറ്റെടുക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം വാസ്തവത്തിൽ ഇറാനിലുണ്ട്. പ്രതിപക്ഷം ഒരു എണ്ണപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ ശബ്ദം ഇറാനിൽ ഇല്ല എന്നുള്ളത് ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഒരു വിപ്ലവം സാധ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റെജിം ചേഞ്ചിലേക്ക് ഈ പ്രക്ഷോഭങ്ങൾ എത്തണമെങ്കിൽ അതിന് പല ഘടകങ്ങൾ ഒന്നിച്ചു വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഏതെങ്കിലും അർത്ഥത്തിൽ ഭരണകൂടത്തിൽ ഭിന്നത ഉടലെടുക്കണം. ഉദാഹരണത്തിന് സെക്യൂരിറ്റി ഫോഴ്സസ് അല്ലെങ്കിൽ മിലിറ്ററിയിലെ പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങൾ, അവിടെ ഉടലെടുക്കുന്ന ഒരു ഭിന്നത, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളിൽ തന്നെ ഒരു ഭിന്നത ഉടലെടുത്താൽ മാത്രമാണ് വാസ്തവത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ പ്രക്ഷോഭം വിജയിക്കാനും അതൊരു വിപ്ലവത്തിന്റെ രൂപത്തിലേക്ക് അത് എത്താനുമുള്ള ഒരു സാധ്യത ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇപ്പൊ ഈ കഴിഞ്ഞ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആർമി, അവിടുത്തെ സൈന്യം, ഇറാൻ സൈന്യം, അതിൽ പ്രധാനപ്പെട്ടത് റവല്യൂഷണറി ഗാർഡും അതുപോലെ തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളും ഒക്കെ ഇപ്പോ ഈ പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനും അവരെ ഒതുക്കാനും അടിച്ചൊതുക്കാനും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ സംസാരിക്കുകയും ഇത് ഒരു ദേശീയ ഭീഷണിയാണ്, ഒരു രാഷ്ട്രം തന്നെ അപകടത്തിലാണ് എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളാണ്. ആ വിദേശ ശക്തികളാണ് എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. കാരണം ഒന്നാമത് ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫണ്ട് ഈ പ്രക്ഷോഭകരെ ഇളക്കി വിടുന്നതിന് ധാരാളമായിട്ട് ഫണ്ട് ചെലവഴിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ ജനങ്ങൾ ഇളകി വശാക്കണം, ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരണം എന്നതായിരുന്നു. പക്ഷെ അപ്പൊ സംഭവിച്ചത് നേർ വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ അടങ്ങി അവരൊക്കെ ഭരണകൂടത്തിന്റെ കീഴിൽ രാജ്യത്തിന് വേണ്ടി ഒന്നിക്കുന്നതാണ് അപ്പോ കണ്ടത്. ഇപ്പോ നേരെ സ്ട്രാറ്റജി ഇറാൻ മാറ്റിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാനിൽ ഇടപെടാൻ വേണ്ടി നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി 1 ഡസനോളം യാത്ര നെതന്യാഹു അമേരിക്കയിലേക്ക് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം. ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പ്രക്ഷോഭകാരികളെ ഫണ്ട് ചെയ്തുകൊണ്ടും പ്രത്യേകമായ ചാരവലയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും ഒരുപാട് ചാരന്മാർ പിടിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ധാരാളമായി ഫണ്ട് ഇറക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരി അവരെ പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രംഗത്തിറക്കാൻ ഇസ്രായേലും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ട്. അപ്പോ ഇതിന് വാസ്തവത്തിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രക്ഷോഭകാരികൾ ഭരണകൂടത്തിനെ മറിച്ചിടാനോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് ബാഹ്യമായി ഇടപെട്ടുകൊണ്ട് ഈ ഭരണകൂടത്തെ മാറ്റി നിർത്താനോ സാധിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോഴും ഇറാനിൽ ആഭ്യന്തരമായിട്ട് നിലവിലുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ ഭരണകൂടം മനസ്സിലാക്കുകയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അവര് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ പ്രക്ഷോഭകാരികളുമായി ചർച്ച നടത്താം, എന്താണ് അവരുടെ പ്രശ്നം എന്ന് പഠിക്കാം. പക്ഷെ പ്രശ്നത്തെക്കുറിച്ച് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ വ്യക്തമാണ് പ്രശ്നം, സാമ്പത്തിക സ്ഥിതി മോശമാണ്. അതിന് ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു മാജിക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ കാണുന്നു അതിശക്തമായ ഉപരോധം. ഇപ്പോ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഉപരോധം വീണ്ടും ശക്തമാക്കാൻ അമേരിക്ക തുനിയുന്നു.
അങ്ങനെ ഒരു അവസ്ഥ നിലവിലുണ്ട്. രണ്ടാമതൊരു അവസ്ഥ ഇറാൻ ഭരണകൂടത്തിന്റെ തന്നെ ചില പിന്നെ എന്താ ചില അതിരുവിട്ട പ്രവൃത്തികൾ. ഉദാഹരണത്തിന് സിറിയൻ ഭരണാധികാരിയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച ബില്യൺ കണക്കിന് ഡോളറുകൾ, അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂത്തികളെയും ഒക്കെ പിന്നെ പലപ്പോഴായി പിന്തുണച്ചതിന്റെ പേരിലും ഒക്കെ അവർക്ക് വന്ന ഭരണകൂടത്തിന്റെ ചെലവുകൾ, ആ ചെലവുകൾ വാസ്തവത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ പാടെ തകർത്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ റഷ്യക്ക് വേണ്ടി പോലും, യുക്രൈൻ അധിനിവേശത്തിന് റഷ്യക്ക് വേണ്ടി പോലും ഇറാന്റെ ആയുധങ്ങളും ഇറാന്റെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോ ഒരു രാജ്യം ഇത്രയും സാമ്പത്തികമായി ദുർബലമായ ഒരു അവസ്ഥയിൽ ഭരണകൂടം അതൊന്നും പരിഗണിക്കാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് അവരുടെ തന്നെ അതിരുവിട്ട പ്രവൃത്തികൾ ന്യായമായും കാരണമായിട്ടുണ്ടെന്ന് ഈ പ്രക്ഷോഭകാരികൾ ചിന്തിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്തരം നടപടികളെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചന ഭരണകൂടം ജനങ്ങളുടെ മുന്നിൽ വെക്കുകയും ആ പ്രക്ഷോഭകാരികൾക്ക് അത്തരം ഉറപ്പുകൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രക്ഷോഭം പ്രക്ഷോഭകാരികളുമായിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ കഴിയുമോ?